ഇന്നലത്തെ ഇവരുടെ ഒരു പൊളിഞ്ഞുപോയ PR വർക്ക് ഉണ്ടല്ലോ. അതായത് നമ്മളെ കിൻറേഷ് കഴിഞ്ഞ പ്രാവശ്യം കിണറിലിറങ്ങി വെള്ളം കോരിക്കൊണ്ട് മാതൃക കാണിച്ച ഇനി മുതൽ ബക്കറ്റും കയറും ഒന്നും ഉപയോഗിച്ച് വെള്ളം മുക്കണ്ട, അല്ലെങ്കിൽ മോട്ടോർ വേണ്ട, അതിന് പകരം ഏറ്റവും നല്ല വഴി കമ്മ്യൂണിസ്റ്റ് വഴി എന്ന് പറയുന്നത് കിണറിന്റെ ഉള്ളിലേക്ക് ചാടി കയറിയിട്ട് അവിടുന്ന് വെള്ളം പൊക്കുക, വെള്ളം എടുക്കുക എന്നൊക്കെയാണെന്ന് കിൻറേഷ് കഴിഞ്ഞ തവണ നമുക്ക് കാണിച്ചു തന്നിരുന്നല്ലോ. അങ്ങനെ കിൻറേഷ് ആണ് ഇപ്പം CPM-ന്റെ പ്രചാരണ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ സാരഥി, അതിന്റെ കപ്പിത്താൻ. അപ്പൊ പ്രചാരണ കപ്പിത്താനാണ് കിൻറേഷ് എന്ന് പറയുന്ന ഊള മാധ്യമ പ്രവർത്തകൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ കൺമുന്നിൽ ആ ഇരുണ്ട കാലം PRD പരസ്യം സൂപ്പർ ഹിറ്റ്. അതായത് നമ്മൾ പൊട്ടിപ്പോയ ചില സിനിമകളൊക്കെ ഒരു 2 ദിവസം 3 ദിവസം ഒന്നും ആൾക്കാർ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന പുതിയൊരു പോസ്റ്റർ ഇറക്കും, അല്ലെ വലിയ പോസ്റ്റർ, അതിൽ പറയും സൂപ്പർ ഹിറ്റ്. അപ്പൊ ആൾക്കാർ വിചാരിക്കും, ഇത് സൂപ്പർ ഹിറ്റ് ആണല്ലോ. അതായത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പൊട്ട സിനിമയാണെന്ന് കേട്ട് പോകാതിരുന്ന ആൾക്കാര് 4-5 ദിവസം കഴിയുമ്പോൾ കാണാൻ വലിയ പോസ്റ്റർ, ആ സിനിമ സൂപ്പർ ഹിറ്റ്. അപ്പൊ വിചാരിക്കും ഇതെന്താണ് സൂപ്പർ ഹിറ്റ്. അതേമാതിരി കഴിഞ്ഞ ദിവസം കിൻറേഷിന്റെ ഉപദേശാനുസരണം നമ്മളെ പൈസ എടുത്തിട്ട്, PRDയുടെ പൈസ എടുത്തിട്ട്, അതായത് പൊതു ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് വലിയ പ്രചാരണം. എന്താ പ്രചാരണം എന്നറിയോ? 10 വർഷം മുമ്പ് നിങ്ങൾ കേട്ടതാണല്ലോ, ഞാൻ കുറിച്ച് വിശദീകരിക്കുന്നില്ല. അതായത് 10 വർഷം മുമ്പ് കേരളം എങ്ങനെയൊക്കെയായിരുന്നു, ഇപ്പതാ പിണറായി തമ്പുരാൻ ഭരിച്ചപ്പോ കേരള എങ്ങനെയൊക്കെയായി. ഈ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു പരസ്യവും ഇല്ലാതെ തന്നെ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചിത്രം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പിണറായി വിജയൻ 10 വർഷത്തേക്ക് പോണ്ട, ഈ 5 വർഷം, അങ്ങനെ ഓരോ 5 വർഷം കൂടുമ്പോഴാണല്ലോ നമ്മൾ അടുത്തതിനെ തെരഞ്ഞെടുക്കുക. ഈ 5 വർഷം പിണറായി സർക്കാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിത്രം എന്തായിരിക്കും? കത്രിക, അല്ലേ? സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ കത്രിക വയറ്റിനുള്ളിൽ വെച്ച് തുന്നിക്കൂട്ടി വിടുന്ന ആരോഗ്യ രംഗം, അതല്ലേ മനസ്സിൽ കത്രിക വരില്ലോ. ഉഷാ ജോസഫ് എന്ന് പറയുന്ന വീട്ടമ്മയുടെ വയറ്റിലെ കത്രികയല്ല, അതിനു മുമ്പ് ആരുടെ കത്രിക? ഹർഷീന എന്ന് പറയുന്ന കോഴിക്കോട്ടെ വീട്ടമ്മയുടെ വയറ്റിലെ കത്രിക. ഏറ്റവും വലിയ രസം, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോന്നറിയില്ല, നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ പരിപാടി ഉണ്ട് കേട്ടോ. ആ തമ്മിൽ പരിപാടിയിൽ ചികിത്സാ രംഗത്തെ ഇത്തരത്തിലുള്ള പിഴവുകളെ കുറിച്ച്, ആരോഗ്യരംഗത്തിന്റെ കെടുകാര്യസ്ഥതകളെ കുറിച്ചാണ് ശ്രീകണ്ഠൻ നായർ ഈ ഷോ നടത്തുന്നത്. ആ ഷോയിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട് അറിയോ? ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഇടത് ഭാഗത്ത് നമ്മുടെ ഹർഷീന ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹർഷീന ഇരിക്കുന്നുണ്ട്. വേറെ ഈ ചികിത്സാ പിഴവ് മൂലം ജീവിതം നഷ്ടപ്പെട്ട, അല്ലെ, ജീവിതത്തിന്റെ ശോഭ മങ്ങിപ്പോയ, അല്ലെങ്കിൽ ജീവിതം വഴിയാധാരമായ മനുഷ്യരൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിൽ നമ്മുടെ ഹർഷീന, നമ്മളെ കോഴിക്കോട്ടുകാരിയായതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു എന്താ പറയാ, ഹതഭാഗ്യയായ വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഹർഷീന. അതിന്റെ കുറച്ചപ്പുറത്ത് മാറി ജെയ്ക് തോമസ് ഉണ്ട് കേട്ടോ. ജെയ്ക് സി തോമസ്, തോൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ജയിക്കുന്നവൻ എന്ന പേരുള്ള ജെയ്ക് സി തോമസ് അങ്ങനെ പോലെ ഇരിക്കുന്നുണ്ട്. ന്യായീകരിക്കാൻ മൂപ്പര് ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയാണല്ലോ. ന്യായീകരണ തൊഴിലാളിയായി മൂപ്പരുണ്ട്. അപ്പോഴാണ് ഹർഷീനയുടെ കഥനകഥ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു ആള് വിവരിച്ചത്. അതായത് ഹർഷീനയുടെ വയറ്റിൽ കത്രിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏറ്റവും മിനിമം ഹർഷീനക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കട്ടെ, അല്ലെ? 5 വർഷം വേദന തിന്ന, കൊടും വേദന കൊണ്ട് 5 വർഷം പുളഞ്ഞ ആ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിയ, എന്താ പറയാ, നമ്മളെ മന്ത്രി ഉണ്ടല്ലേ, ഏത് മന്ത്രി? പെടലി മന്ത്രി. വീണ ജോർജിന്റെ ഇപ്പോഴത്തെ ഗതികേട് എന്താണെന്നറിയോ? ഇങ്ങനെയാ നടക്കുന്നത്, കഴുത്തിൽ ഇങ്ങനെ മറ്റേ ഇതിട്ടിട്ട് വീട്ടിലെത്തുമ്പോൾ അത് അയച്ചു വെക്കുന്നത്. കാരണം കഴുത്തിനെന്തോ മാരകമായി പരിക്കേറ്റെന്ന് പറഞ്ഞുപോയി. ഇനിയിപ്പോ ഈ കുണ്ടാവണ്ടി അഴിച്ചു വെക്കാൻ പറ്റൂല. അപ്പൊ പൊതുരംഗത്ത് ഇറങ്ങുമ്പോ ഒക്കെ 36 ഇങ്ങനെ ഇട്ടിട്ടാ നടക്കുക. വീട്ടിലാണ്ട് എത്തിക്കഴിഞ്ഞാലാണ് ഇത് അഴിച്ചു വിടുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീണ ജോർജ് പണ്ട് ഈ ഹർഷീനയുടെ സമരപ്പന്തലിൽ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞാനൊപ്പം ഉണ്ട്, അതും പറഞ്ഞ് പോയതാണ്. ഹർഷീനെ കാണാൻ വേണ്ടി വന്നൊന്നല്ല, അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എന്തോ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് റോഡരികിൽ സമരപ്പന്തലിൽ ഹർഷീന ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഹർഷീനന്റെ അടുത്ത് പോയി ഹർഷീനെ കെട്ടിപ്പിടിച്ച് ഞാനൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് പോയി. ഒരൊപ്പവും ഉണ്ടായില്ല. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി സർക്കാർ അനുവദിച്ചത്രേ. 2 ലക്ഷം രൂപ, മനസ്സിലാക്കണേ, 2 ലക്ഷം. അതായത് ഒരു വീട്ടമ്മയുടെ വയറ്റിൽ 5 വർഷം, അല്ലേ,
വീണ ജോർജിന്റെ സിസ്റ്റം ഫെയിലിയർ മൂലം ഒരു കത്രിയെ കുടുങ്ങിയിട്ട് ആ സ്ത്രീ ജീവിതകാലം മുഴുവൻ വേദന അനുഭവിച്ചു. ലക്ഷക്കണക്കിന്, ഹർഷീന തന്നെ പറയുന്ന ഏതാണ്ട് 60-70 ലക്ഷം രൂപ ചെലവായി ഇക്കഴിഞ്ഞ 5 വർഷം ചികിത്സിച്ചിട്ട് മാറാ വേദന. ഇപ്പോഴും അതിന്റെ തുടർ ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊടുത്തത് വീണ ജോർജ് പിച്ച 2 ലക്ഷം പിച്ച ചട്ടിയിലിട്ട് കൊടുത്തതാണ്. അപ്പോഴാണ് അങ്ങേപ്പുറത്തുനിന്ന് ന്യായീകരണ തൊഴിലാളി പറയുന്നത് 2 ലക്ഷം വാങ്ങിയില്ലേ, 2 ലക്ഷം വാങ്ങിയില്ലേ, 2 ലക്ഷം കൊടുത്തില്ലേ, ഞങ്ങൾ 2 ലക്ഷം കൊടുത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഹർഷീന വിരൽ ചൂണ്ടിയത്. എടോ ഊളെ, മിണ്ടിപ്പോകരുത്, 2 ലക്ഷം ഹർഷീന വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് വാങ്ങിയില്ലേ 2 ലക്ഷം എന്ന് പറയുന്ന ഈ പിച്ചക്കാശ് തനിക്ക് വേണ്ടെന്ന് പറഞ്ഞവളാണ് ഹർഷീന. ഹർഷീന പറയുന്നു, അമ്മ ഒരു പിച്ച എനിക്ക് വേണ്ട, പിച്ച വേണ്ട, എനിക്ക് ന്യായമായ നഷ്ടപരിഹാരമാണ് വേണ്ടത്, ന്യായമായ നഷ്ടപരിഹാരം. എന്നിട്ട് ഈ ഊള ആര് ജെക്സി തോമസ് പറയാണ് 2 ലക്ഷം കൊടുത്തില്ലേ അത് പോരെ എന്ന് ചോദിക്കുന്ന ഊളകൾ. ഇവരാണ് ഐശ്വര്യം, CPM-ന്റെ ഐശ്വര്യം അല്ലേ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പിണറായി വിജയൻ സർക്കാരിന്റെ ഈ കഴിഞ്ഞ 5 വർഷം ആരോഗ്യരംഗത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് വരും. പിന്നീട് വിനോദിനി എന്ന് പറയുന്ന 9 വയസ്സുകാരിയുടെ ചിത്രം, അതും നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ. കാരണം 9 വയസ്സുകാരിയായ പെൺകുട്ടി നമ്മുടെ ഒക്കെ വീടുകളിൽ ഉണ്ടാവും, നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ഉണ്ടാവും ഒരു 9 വയസ്സുകാരി അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഉണ്ടാവും ഒരു 9 വയസ്സുകാരി, ഓമനയായ ഒരു പെൺകുട്ടി, 9 വയസ്സുള്ള, ജീവിതത്തെക്കുറിച്ച് എന്താ പറയാ, വർണ്ണങ്ങൾ ഇങ്ങനെ അല്ലെ, വർണ്ണശോഭയാർന്ന ജീവിതത്തെ സ്വപ്നം കാണുന്ന 9 വയസ്സുകാരി പെൺകുട്ടികൾ, നൃത്തം ചെയ്ത് തുള്ളിക്കളിച്ച് ആഹ്ലാദചിത്തരാവുന്ന 9 വയസ്സുകാരികൾ. അത്തരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ച് കളഞ്ഞില്ലേ നിങ്ങൾ അല്ലേ. വലം കൈ മുറിച്ച് കളഞ്ഞില്ലേ വീണ ജോർജെ നിങ്ങളുടെ സിസ്റ്റം. ഇതാണ് നിങ്ങളുടെ ആരോഗ്യരംഗം. നിങ്ങളുടെ ആരോഗ്യരംഗത്ത് ഇവിടെ ഒരു ഉപകരണവും ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജനപ്രിയ ഡോക്ടറായ ഹാരിസ് തിരക്കലല്ലേ. എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്? ആ ഡോക്ടറെ കള്ളനാക്കിയല്ലേ. ഒരു മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന ആ സ്ത്രീ തൊട്ടടുത്തുള്ള ഈ ആശുപത്രി കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള ശുചിമുറിയിലേക്ക് പോയതാണ്. ആ കെട്ടിടം ഇടിഞ്ഞു വീണു, ആ സ്ത്രീ മരിച്ചു. കൊലപാതകമല്ലോടത് അല്ലേ. എന്നിട്ട് പറയുന്നത് എന്താണ്? പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ്. ആ കെട്ടിടം ഉപയോഗയോഗ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോ അത് പൊളിച്ചു കളയണ്ടേ? എന്നോ നിർമ്മിച്ച ഒരു കെട്ടിടം ഉപയോഗശൂന്യമായാൽ അതിലേക്ക് ഈ കുട്ടിരിപ്പുകാരെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്. എണ്ണി പറയാൻ തുടങ്ങിയാൽ തീരില്ല. ഇതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ആരോഗ്യരംഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നലത്തെ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ഈ PRD പരസ്യം സൂപ്പർ ഹിറ്റ് എന്നാ പറയുന്നത്. ഇന്നലത്തെ ആ പരസ്യത്തില് പിണറായി വിജയൻ ചെയ്ത, അതായത് ആദ്യത്തെ പരസ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയ രസം എന്താ അറിയോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കെടുകാര്യസ്ഥതകൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തെ നെഗറ്റീവ് കാര്യങ്ങളാണ് ഒരു പേജില്. മറ്റേ പേജില് പിണറായി സർക്കാരിന്റെ കാലത്തെ പോസിറ്റീവ് കാര്യങ്ങൾ. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് കാര്യം പറയണ്ടേ? അന്ന് എന്താണ് പറയേണ്ടത്? മറ്റേ പവർ കട്ട് ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അല്ലെ. അതാ മെയിൻ സ്റ്റോറി. അന്ന് പവർ കട്ട് ആയിരുന്നു. അന്നത്തെ ഏറ്റവും നെഗറ്റീവ് കാര്യമായിരുന്നു അന്നത്തെ പവർ കട്ട്. ശരി, നിങ്ങൾ പറയും പോലെ ഞാൻ വിശ്വസിച്ചു അന്ന് പവർ കട്ട്. 2022 പവർ കട്ട് ഉണ്ടായിരുന്നേ. പിണറായി വിജയന്റെ ഈ മന്ത്രിസഭയിൽ അല്ലേ 2022 പവർ കട്ട് ഉണ്ടായിരുന്നടോ. ജനങ്ങൾക്ക് അത്ര വലിയ ഓർമ്മക്കുറവൊന്നുമില്ല. പവർ കട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മനോരമ ചർച്ചയിൽ അയ്യപ്പദാസ് നമ്മുടെ അരുൺകുമാറിന്റെ വായടപ്പിച്ചു. അരുൺകുമാറിനോട് പറഞ്ഞു, അരുൺകുമാറെ 2022 പവർ കട്ട് ഉണ്ടായിരുന്നു, ഓർമ്മണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അനിൽകുമാർ പറഞ്ഞത്. അവന് ഉളുപ്പില്ലാത്തത് കൊണ്ട് അതൊക്കെ കേട്ടിരിക്കും. അപ്പോ ഒരു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള എന്താ പറയാ അപാകതകളൊക്കെ ഒരു പേജിൽ, പിണറായി സർക്കാരിന്റെ കാലത്തെ നല്ല കാര്യങ്ങളൊക്കെ ഒരു പേജിൽ. നല്ല കാര്യമില്ല, കുറച്ചേ ഉള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ആരോഗ്യരംഗത്തെ കുറിച്ച് 4 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു സാധനമേ ഉള്ളൂ ആരോഗ്യരംഗത്തെ കുറിച്ച് ആ പേജിൽ പറഞ്ഞു കേട്ടോ. എന്തോ ആരോഗ്യരംഗം മറ്റേ ലോകത്തിലെ നമ്പർ 1 അല്ലേ ഇനിയോ? എന്തേ നിങ്ങളെ ഇന്നലത്തെ പേജില് ആരോഗ്യരംഗം എങ്ങനെ 4 സെന്റിമീറ്റർ ആയിപ്പോയത്? പറയാൻ പറ്റില്ല, അത് തന്നെ അല്ലേ. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഇന്നലത്തെ കഥ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
ഇന്നത്തെ ദേശാഭിമാനിയില് PRD പരസ്യം സൂപ്പർ ഹിറ്റ് ആണത്രേ. സൂപ്പർ ഹിറ്റ്. അതായത് ഇന്നലെ പൊളിഞ്ഞു പോയപ്പോ എന്ന് പറയണം അത് സൂപ്പർ ഹിറ്റ് എന്ന്. വെച്ച വെടിയൊക്കെ സ്വന്തം ആസനത്ത് കൊള്ളുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അവസാനത്തെ സംഭവമാണിത്. വെടിവെച്ചതാണ്. അതെ, ഇവിടുത്തെ UDF-കാരെ VD സതീശന്റെ ആസനം നോക്കി വെടിവെച്ചതാണ്. ഉണ്ട നേരെ തിരിഞ്ഞു വന്നിട്ട് കൊണ്ടത് പിണറായി വിജയന്റെ ആസനത്തിലാണ്, കിണറേഷിന്റെ ആസനത്തിലും. രണ്ടാസനവും ഇപ്പൊ പൊള്ളിക്കിടക്കുകയാണ്. പിണറായി വിജയനും കിണറേഷും ആസനം പൊളിഞ്ഞു. അത് തന്നെ ഇനി കുറച്ചു കാലം ഇരിക്കാൻ പറ്റൂല. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? നമ്മളെ പൈസ എടുത്തിട്ട് അല്ലേ